ദൈവം നമുക്ക് ദാനമായിട്ട് തന്ന നല്ല ജീവിതം, നല്ല സമയം, നല്ല അവസരങ്ങൾ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം കൊടുത്ത് ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗമായിട്ട് രോഗികളായിട്ട് കിടക്കുന്ന വീടുകളിൽ, ആശുപത്രികളിൽ വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്, ആ മക്കളുടെ കണ്ണുനീര് ഈശോ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മളൊക്കെ വീണ് കിടന്ന അവസ്ഥയിൽ എഴുന്നേൽക്കുവാൻ ശ്രമിച്ച ഓരോ അവസരങ്ങളില് തകർന്നു കിടന്നപ്പോൾ, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴൊക്കെ ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള കരം നമ്മളൊക്കെ അനുഭവിച്ചതാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിന്റെ മഹത്വം. കർത്താവെ, നമുക്ക് ദൈവത്തിനോട് ചോദിക്കാം, ദൈവമേ അവിടുത്തെ ആ സൗഖ്യപ്പെടുത്തുന്ന കരം രോഗികളുടെ മേല് കർത്താവെ നീട്ടണമേ നമുക്ക് അപേക്ഷിക്കാം. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമേ, എല്ലാ രോഗപീഠകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. നമ്മളോട് പ്രാർത്ഥന ചോദിച്ച മക്കളുണ്ട്. ദൈവമേ, അവരുടെ ദീനരോധനത്തിന്റെ വിലാപത്തിന്റെ മുമ്പിലേക്ക് അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. 145 സങ്കീർത്തനം 8-9 വചനം. ദൈവമായ കർത്താവ് കൃപാലുവാണ്, കരുണാമയനാണ്, ക്ഷമാശീലനാണ്, സ്നേഹസമ്പന്നനാണ്. ദൈവമായ കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തന്റെ സർവ്വ സൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ ചൊരിയുന്നവൻ, സ്നേഹസമ്പന്നനായവൻ, ക്ഷമാശീലനായവൻ, കൃപാലുവായവൻ, അവിടുത്തെ കരത്തിൻ കീഴില് കർത്താവെ, രോഗത്താല് കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, കരയുന്ന ആ മക്കളുടെ എല്ലാ ഭയത്തെ ഈശോയെ എടുത്തു മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നിയതുപോലെ കർത്താവെ, അങ്ങയുടെ മക്കളിലേക്ക് അവിടുത്തെ കരുണാർദ്രമായ സ്നേഹം, അവിടുത്തെ കരസ്പർശനം നീട്ടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമാണ്. സക്കറിയ പ്രവാചന പുസ്തകം 9:8 ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയം പിടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. ദൈവമായ കർത്താവിന്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ദൈവ രോഗപീഠകളിൽ നിന്ന്, അസ്വസ്ഥകളിൽ നിന്ന്, ആകുലതകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് അങ്ങയുടെ മക്കളെ കാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസത്തിന്റെ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ കർത്താവെ, അങ്ങയുടെ വലിയ കാരുണ്യത്തിന്റെ കൃപയ്ക്ക് വേണ്ടി, സൗഖ്യത്തിന്റെ, വിടുതലിന്റെ അഭിഷേകത്തിന് വേണ്ടി മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവമായ കർത്താവ് ഉത്തരം നൽകുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ വചനത്തിന്റെ കൊട്ടകെട്ടി യേശുനാമത്തിന്റെ ശക്തിയാല്, വിശുദ്ധ സംരക്ഷണത്താല്, തിരുരക്തത്താല് ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.